പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള പാഠാവലി മൂന്നാമത്തെ പാഠഭാഗം കൊയക്കട്ട എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറുകളുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ എന്താണ്? കവിത ചൊല്ലാം. കവിത ഒറ്റയ്ക്കും സംഘമായും ചൊല്ലി അവതരിപ്പിക്കൂ. നിങ്ങൾക്കേറെ പരിചിതമായ താളവും ഈണവുമാണ് ഈ കവിതയ്ക്കുള്ളത്. ഇതേ താളത്തിലുള്ള പല കവിതകളും പാട്ടുകളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. സമാന താളമുള്ള പാട്ടുകളും കവിതകളും കണ്ടെത്തി അവതരിപ്പിക്കുക. അതെങ്ങനെയാ? നമുക്ക് ഈ പാട്ടിനെ ഒരു വഞ്ചിപ്പാട്ടിന്റെ രീതിയാണുള്ളത് അല്ലെ. അതുപോലത്തെ വേറെയും കുറച്ച് പാട്ടുകൾ നമുക്ക് നോക്കാം. വഞ്ചിപ്പാട്ടിനെ എടുത്ത് ചൊല്ലാൻ ചെയ്യുന്ന കുറച്ച് കവിതകളോടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും. നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർക്കാലെ പുറത്തേടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ പാട്ടാണ്. ഇതാണ് ഒരെണ്ണം. പിന്നെ പോരാ പോരാ നാളിൽ ദൂരമുയരട്ടെ ഭാരാദക്ഷ്മദേവിയുടെ തൃപ്പാതാകൾ, ആകാശപ്പൊയ്കയിൽ പൂതുതാകമല ഇളകട്ടെ ലോകബന്ധു ഗതിക്കുറ്റമാർഗം കാട്ടട്ടെ. വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരി. അതുപോലെ വേറെയുണ്ട്. അനുപമ കൃപാനി ധി അഖില ബാന്ധവൻ ശക്യ ജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ, ഉത്തര മധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്ത്യത രിജവീതികൻ കിഴക്കരികൾ, കുമാരനാശാന്റെ കരുണ എന്ന കവിത. അപ്പൊ ഇതുപോലുള്ള കവിതകൾ നമുക്ക് ഉത്തരമായിട്ട് പാഠം എഴുതാം. ഓക്കെ. അടുത്ത ചോദ്യം എന്താണ്? കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ്? മലഞ്ചരിവിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവിതയിൽ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? നോക്കാതാ. ചിമ്മിനി വിളക്കുകളെ മിന്നാമിനുങ്ങ് പോലെ മുനിഞ്ഞു കത്തുന്നു എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പഴയ കാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ചെറിയ മണ്ണെണ്ണ വിളക്കുകളായിരുന്നു ഇവ. നേരം മോന്തിയായല്ലോ എന്ന് ആശങ്കപ്പെടാൻ അടുത്ത ചോദ്യമാണ് അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? നേരം മോന്തിയായല്ലോ എന്ന് ആശങ്കപ്പെടാൻ എന്താവും കാരണം? വയൽവരമ്പിലൂടെ മരങ്ങൾക്കിടയിലൂടെ മുത്തശ്ശി വരുന്നുണ്ടോ എന്ന് മിഴിനട്ടു കാത്തിരിക്കുകയാണ് കുട്ടികൾ. മുത്തശ്ശി തന്റെ മടിക്കുത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കൊയക്കട്ട കാത്തിരിക്കുകയാണ് അവർ. അതുകൊണ്ട് നേരമേറെ മോന്തിയായല്ലോ എന്ന് കുട്ടികൾ അതുകൊണ്ടാണ് ആശങ്കപ്പെടുന്നത്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, വലിയമ്മ കൊണ്ടുവരുന്ന കൊഴക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? എന്തുണ്ടാ? വലിയമ്മ കൊണ്ടുവരുന്ന കൊഴക്കട്ടയിൽ വാത്സല്യത്തിന്റെ തേൻ നിലാവലിഞ്ഞു ചേർന്നിട്ടുണ്ട്. തലമുറകളുടെ അധ്വാന ഫലമായ പാടത്തിന്റെ പച്ചപ്പ് അതിലലിഞ്ഞിട്ടുണ്ട്. പാടത്തെ വിളഞ്ഞ നെല്ല് കുത്തി അരിയാക്കി പൊടിച്ചുണ്ടാക്കിയതാണ് കൊഴക്കട്ട. മണ്ണിന്റെ പശിമയിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്ന വേരിന്റെ താളവും അതിലുണ്ട്. ആ മണ്ണിൽ നിന്നും വളർന്ന് മാനത്തോളം ഉയരുന്ന തണൽ മരങ്ങളുടെ കുളിരും അതിൽ കലർന്നിട്ടുണ്ട്. ഇങ്ങനെ മോഡലായിട്ട് ഒരു മോഡൽ ഉത്തരമായിട്ട് നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം എന്താണ്? വലിയമ്മയുടെ കൈകളുടെ സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? എങ്ങനെയാണ്? പനി വന്നാൽ തുണി നനച്ചു നെറ്റിയിലോട്ട് തണുപ്പിക്കുന്ന മുത്തശ്ശിയുടെ കരസ്പർശത്തിന് കുളിരുണ്ട്. മുറിവ് പറ്റിയാൽ ചെടികളുടെ ഔഷധ ഗുണത്തെപ്പറ്റി അറിയുന്ന മുത്തശ്ശി ഇലകൾ ചതച്ച് നീരെടുത്ത് മുറിവിലിട്ട് നീറ്റൽ ശമിപ്പിക്കുമായിരുന്നു. അന്നത്തെ നാട്ടു സംസ്കാരത്തിന്റെ ഭാഗമാണിതല്ല. പിന്നെ ഏതാണ്? പ്രകൃതിയിലും ജീവിതത്തിലും വന്നു ചേർന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ. നമ്മുടെ പദ്യത്തിലെ വരികൾ ഏതൊക്കെയാണ് അല്ലെ? ഏതൊക്കെയാണ്? ഇതല്ല ഈ ചോദ്യങ്ങളിലെ ഏതാണ്? നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടയുയർന്നു വാനിൽ, പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും. പിന്നെ വലിയമ്മ കൊണ്ടുവന്ന കോയക്കട്ടയോളമൊന്നും പകർന്നില്ല രുചി എന്നൽ സ്മൃതിയിൽ. ഇങ്ങനെ പാടാം കേട്ടോ. അപ്പൊ അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. അതുപോലെ നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട ഉയർന്നു വാനിൽ. അങ്ങനെ പാടി അതിന് ഉത്തരങ്ങൾ എഴുതാം. ഓക്കെ. അതിനുശേഷം ചിത്രം വരയ്ക്കുന്ന വാക്കുകൾ. മുനിഞ്ഞു കത്തുന്ന മിന്നാമിനുങ്ങുപോൽ ചിമ്മിനിക്കു കൂടകലയായി കൂരതോറും മലഞ്ചരിവിൽ. ഈ വരികളിൽ തെളിയുന്ന ഒരു ചിത്രം തെളിയുന്നുണ്ടല്ലോ.
വയൽവരമ്പിലൂടെ വരുന്ന വലിയമ്മയുടെ ചിത്രവും കവിതയിൽ കാണാം. ഇതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാഴ്ചയെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളെ വാക്കുകൾ കൊണ്ട് ഒരു ചിത്രമായി ആവിഷ്കരിക്കൂ. ഗദ്യത്തിലും എഴുതാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയോ ഒരു കവിതയോ ഒരു ഗദ്യമോ ആക്കി എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടതാണ്. സ്വന്തമായി കവിത എഴുതുകയും അതിനെക്കുറിച്ച് വിശദീകരിക്കും. ഗദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാരഗ്രാഫ് പോലെ വലിയ പാരഗ്രാഫ് ആയിട്ട് എഴുതാം. ഇവിടെ ഒരു മാതൃകാ ഉത്തരം കാണിക്കാം, മാതൃകാ കവിത കാണിക്കാം. കണ്ടോ? എന്താണ്? നക്ഷത്രം വിരിയുന്ന ആകാശം, നിശാശാന്തിയുടെ പടർപ്പടരിൽ നിറമൊഴിഞ്ഞു കിടക്കുന്ന ആകാശം, പുതപ്പ് പോലെ തഴുകി വിരിയുന്ന ഒരു കവിതയാണ് കേട്ടോ. നക്ഷത്രവീണയുടെ സംഗീതത്തിൽ ഒരൊറ്റ വിളക്കുമില്ലാത്ത നീലവിഹായസ്യം, തിളക്കത്തോട് തെളിയുന്നു തുമ്പ വിരിഞ്ഞ കണക്ക് നക്ഷത്രക്കൂട്ടങ്ങൾ, തീരം തൊടാതെ കുനിഞ്ഞ സ്വപ്നം പോലെയാണ് ഓരോ തിളക്കവും ചൊരിയുന്നു ഓർമ്മകളെപ്പോലെ. അല്ലെ? അപ്പൊ ഇത് ഒരു കവിതയാണ്. ഇതുപോലെ ഇനി ഒരു ഗദ്യവും കൂടി നമുക്ക് നോക്കാം. അതായത് സ്കൂൾ പ്രവേശന കാഴ്ച. സ്കൂൾ പ്രവേശനത്തെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു കാഴ്ച ഉണ്ടാവും അല്ലെ? പ്രഭാതത്തെ ശീതളിമയാർന്ന കാറ്റിൽ തിളങ്ങുന്ന കുഞ്ഞുമുഖങ്ങൾ, പുസ്തകസഞ്ചികളും ബാഗുകളുമായി ചിലർ അമ്മമാരുടെ കൈവിടാതെ, ചിലർ തുറന്നു കിടക്കുന്ന കഥകളിലൂടെ ക്ലാസ് മുറികളിലേക്ക് ചാടിക്കയറുന്നു. സ്കൂളിന്റെ ഗേറ്റ് അതിഥികളെ വരവേറ്റ് തിളങ്ങുന്നു. പരവതാനിയും പൂമാലയും പതാകയും കൊണ്ട് അലങ്കരിക്കപ്പെട്ട കാഴ്ച നനച്ചാണ്. വാതിൽക്കൽ കുട്ടികൾക്കായി കാത്തു നിൽക്കുന്ന അധ്യാപകരുടെ സ്നേഹം തുളുമ്പുന്ന മുഖങ്ങൾ, മരച്ചുവടുകളിലായി കറുത്ത ബോർഡിൽ നിറയെ ചെരിച്ചു നിൽക്കുന്ന സ്വാഗതം എന്ന് എഴുതി വെച്ചിട്ടുള്ള പതാകകൾ, അങ്കണത്തിൽ സംഗീതം മുഴങ്ങുന്നു, കുട്ടികളുടെ കലാപരിപാടികൾ, ലളിതമായ നൃത്തങ്ങൾ, ആസ്വാദകരായി ചിരിച്ചു നിൽക്കുന്ന മാതാപിതാക്കൾ, അധ്യാപകർ, അതിഥികൾ. ചില കുട്ടികൾ മടങ്ങാൻ മനസ്സില്ലാതെ കളിയിൽ ഏർപ്പെടുന്നു. ചിലർ നിർഭയം പുതിയ സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുന്നു. പുതിയ പുസ്തകങ്ങൾ, പുതിയ അധ്യാപകർ, പുതിയ ക്ലാസ് റൂം, പുതിയ പ്രതീക്ഷകളുടെ സുഗന്ധം എങ്ങും പൊങ്ങുന്നു. ഹൃദയത്തിൽ കൊച്ചു നക്ഷത്രം പോലെ തെളിയുന്ന ഒരു ദിവസം. കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരേ സമയം ഉത്സവം. അല്ലെ? അപ്പൊ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇതുപോലെ ഒരു കാഴ്ചയുടെ ഗദ്യം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം. വരികളിൽ നിറയുന്ന സൗന്ദര്യം. സ്നേഹവും വാത്സല്യവും രുചിയും ഒത്തുചേർന്ന സുഖകരമായ അനുഭവമാണ് കവിത പകർന്നു തരുന്നത്. സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട, അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ്. ഇങ്ങനെ സുന്ദരമായ ഒട്ടേറെ പ്രയോഗങ്ങൾ കവിതയിലുണ്ട്. വരികളിൽ നിറയുന്ന സൗന്ദര്യത്തെ കണ്ടെത്തി കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുകയാണ്. നമ്മുടെ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കണം അല്ലെ? അതിനൊരു ഹെഡിങ് ആദ്യം കൊടുക്കാം. വാത്സല്യത്തിന്റെ പാൽനിലാവ് പൊഴിക്കുന്ന കൊയക്കട്ട. ഗ്രാമീണ ജീവിതത്തെ അനുഭവിക്കുന്ന കാഴ്ചകൾ അവതരിപ്പിക്കുന്ന കവിയാണ് ദിവാകരൻ വിഷ്ണുമംഗലം. പുതിയ കാലത്തെ നാഗരിക സമ്പന്നതയുടെ മറവിൽ പൊലിഞ്ഞു പോകുന്ന ഗ്രാമീണ കാഴ്ചകളെയും അനുഭവങ്ങളെയും വായനക്കാരുടെ ഉള്ളിൽ തട്ടും വിധം അദ്ദേഹം ആവിഷ്കരിക്കുന്നു. കൊഴക്കട്ട എന്ന ഭക്ഷണത്തിലൂടെ വലിയമ്മ പകർന്നു വന്ന രുചിയോർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് കൊഴക്കട്ട എന്ന കവിതയിലൂടെ കവി ദിവാകരൻ വിഷ്ണുമംഗലം. കൊഴക്കട്ട എന്ന പദത്തിന് പകരം നാട്ടുഭാഷയിലെ കൊയക്കട്ട എന്ന പദമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് നാട്ടു സംസ്കാരത്തിലൂടെ വേരൂന്നിയ വാക്കാണ്. കുട്ടിക്കാലത്തെ ഒരോർമ്മയെ പുനരാവിഷ്കരിക്കുകയാണ് കവി ഇവിടെ. ഇരുൾ മൂടിയ മൂവന്തി നേരത്ത് മണ്ണെണ്ണ വിളക്കിന്റെ ചെറു വെളിച്ചത്തിൽ വീടിന്റെ ചായ്പിൽ വലിയമ്മയെയും കാത്തിരിക്കുകയാണവർ. വലിയമ്മ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തശ്ശിയാണ്. പാടത്തെ പണിയും കഴിഞ്ഞ് കൊരമ്പ ചൂടിയിട്ട് നനഞ്ഞൊട്ടിയ ദേഹത്തോടെ കടന്നു വരുന്നുണ്ട് മുത്തശ്ശി. അവരുടെ മടിക്കുത്തിൽ കുട്ടികൾക്കായി കരുതി വെച്ചിരിക്കുന്ന കൊയക്കട്ടയുണ്ട്. മുത്തശ്ശിയുടെ പലഹാരപ്പൊതിയിൽ വാത്സല്യത്തിന്റെ പാൽനിലാവോടൊപ്പം മണ്ണിന്റെ കുളിരുകൂടിയുണ്ട്. പനി വന്നാൽ തുണി നനച്ച് നെറ്റിയിലിട്ട് തണുപ്പിക്കുന്ന മുത്തശ്ശിയുടെ കരസ്പർശത്തിന്റെ കുളിരും, മുറിവ് പറ്റിയ ചെടികളുടെ ഇലകൾ ചതച്ച് നീരെടുത്ത് മുറിവിലിട്ട് നിന്ന് മുത്തശ്ശി നീറ്റിൽ ശമിപ്പിക്കുന്നതും കവി ഓർത്തെടുക്കുന്നു. മുത്തശ്ശി ഇന്നില്ല. വയലുകൾ നികത്തി നഗരമായി മാറി. തീപ്പാറുന്ന വിഭവങ്ങൾ വിളമ്പുന്ന വമ്പൻ മാളുകളെല്ലായിടത്തും പൊന്തി വന്നു. ഇക്കാലത്തിനിടയിൽ പലയിടത്തു നിന്നും വില പിടിച്ച പലഹാരങ്ങൾ ഏറെ കഴിച്ചു. എന്നാൽ കുഞ്ഞായിരിക്കുമ്പോൾ മുത്തശ്ശി മടിയിലിട്ട് കൊണ്ടുവന്ന ആ കൊഴക്കട്ടയോളം രുചി ഒന്നിനുമില്ലെന്ന് അന്നത്തെ കുട്ടി ഇന്ന് തിരിച്ചറിയുന്നു. മനോഹരങ്ങളായ പ്രയോഗങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ് കവിതകൾ. സന്ധ്യാസമയത്തെ സൂചിപ്പിക്കാനാണ് മുനിഞ്ഞു കത്തുന്ന മിന്നാമിനുങ്ങ് പോലെ കൂരയിലെ ചിമ്മിനി വിളക്കുകളെന്ന് കവി അവതരിപ്പിക്കുന്നത്. ചരൽക്കുന്ന് കയറിയും ഇറങ്ങിയും മരങ്ങൾക്കിടയിലൂടെ തെളിയുന്ന മുത്തശ്ശിയുടെ രൂപവും മനോഹരമായി കവിതയിൽ വരച്ചു കാണിക്കുന്നു. പലഹാരപ്പൊതി തുറക്കാൻ ഇറയത്ത് മിഴിനട്ട് കൊതിയോടെ കാത്തിരുന്ന മധുരബാല്യം എന്ന പ്രയോഗവും മനോഹരമാണ്. കൊയക്കട്ട വാത്സല്യത്തിന്റെ പാൽനിലാവായി മാറുന്നു. കൊയക്കട്ടയിൽ വാനിനോളം പടരുന്ന തളവൃക്ഷത്തിന്റെ കുളിരുമുണ്ടെന്ന് കവി ഓർത്തെടുക്കുന്നു. മുത്തശ്ശിയുടെ മരണത്തെ
മറവി തൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒട്ടേറെ പ്രയോഗ സവിശേഷതകളാൽ നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് കൊയക്കട്ട. അതിനപ്പുറം നഗരത്തീ വിഭവങ്ങൾ എന്ന ബിംബവൽക്കരണവും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. പുതിയ കാലത്തെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് സംസ്കാരത്തെ നഗരത്തീ വിഭവം എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ സ്വാഭാവിക രുചികൾക്ക് പകരമാവില്ല പുതിയ കാലത്തെ കൃത്രിമ രുചികൾ. പ്രകൃതിയെ മറന്ന അന്ധമായ നഗരവൽക്കരണത്തിലേക്ക് മുന്നേറുന്ന മനുഷ്യനോട് പഴയകാല ഭക്ഷണ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയാണ് കവി ഇവിടെ. ഓക്കെ, അപ്പൊ ഇതൊരു മോഡൽ ആസ്വാദന കുറിപ്പാണ്. ഇനി നമുക്ക് അടുത്തത് പലഹാരപ്പൊതിയും നഗരത്തീ വിഭവങ്ങളും. വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് പകരം നഗരത്തിലെ ഭക്ഷ്യവിഭവങ്ങൾ പ്രചാരത്തിലായി. നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ മാറ്റം വന്നു. ഭക്ഷണ വിഭവങ്ങളിലും ഭക്ഷണശീലത്തിലും വന്ന മാറ്റങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തും. ചർച്ചയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചുമർ പ്രശ്നം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുമല്ലോ. അല്ല, അപ്പൊ അതിലെന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? ചർച്ചയിൽ വരേണ്ട കാര്യങ്ങൾ ഓരോ നാടിന്റെയും പാരമ്പര്യം, കാലാവസ്ഥ, ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത, സംസ്കാരം എന്നിവയിൽ നിന്നുമാണ് അതാതിടങ്ങളിൽ ആഹാര രീതി രൂപപ്പെട്ടു വന്നത്. ആ ഭക്ഷണശീലങ്ങളും പാചക രീതികളും തലമുറകളിലൂടെ കൈമാറി വന്നു. ഓരോ വീട്ടിലും വേണ്ട പച്ചക്കറികളും പഴങ്ങളും മറ്റു വിളകൾ ഉൽപ്പാദിപ്പിക്കുക എന്ന രീതി ഇല്ലാതായതോടെ ഈ ശീലങ്ങളെല്ലാം അട്ടിമറിക്കപ്പെട്ടു എന്നൊക്കെയാണ് ചർച്ചയിൽ നമ്മൾ ചെയ്യേണ്ടത്. കൊടും വിഷങ്ങൾ പുരണ്ട ആഹാര വസ്തുക്കൾ വിലക്ക് കൊടുത്ത് വാങ്ങേണ്ടി വന്നു. എന്തിന്? കമ്പോളത്തെ ആശ്രയിക്കുന്നവരായി മലയാളികൾ മാറി. അതോടെ മലയാളികളുടെ മാറി എന്നാണ്. അതോടെ മലയാളികളുടെ ഭക്ഷണവും ആരോഗ്യവും കമ്പോളത്തിന്റെ നിയന്ത്രണത്തിലായി. നമ്മുടെ തനരുചികളും വിഭവങ്ങളും ഇല്ലാതായി. ഇതെന്തോ കേടാതിരിക്കാനുള്ള വിഷങ്ങളോ ഈ സെന്റൻസ് എഴുതണ്ട കേട്ടോ മക്കളെ, തെറ്റിപ്പോയതാണ്. അപ്പൊ അതില് അന്നന്നേക്ക് വേണ്ട ഇലക്കറികൾ, പച്ചക്കറികൾക്ക് പറിച്ചുകൂടെ ഉപയോഗിക്കുന്നതിൽ പോഷക നഷ്ടം ഉണ്ടാകുന്നില്ല. ഫ്രിഡ്ജില്ലാത്ത കാലമായതിനാൽ ചൂടോടെയുള്ള ആഹാരം അപ്പോൾ ഉണ്ടായി കഴിക്കുന്നതിൽ ഭക്ഷ്യവിഷബാധയോ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല. ഇതൊക്കെ ചർച്ച ചെയ്യണം. രുചിക്ക് വേണ്ടിയോ കേടാകാതിരിക്കുന്നതിനുള്ള രാസവസ്തുക്കളൊന്നും അന്നത്തെ കാലത്ത് ചേർത്തിരുന്നില്ല. പ്രകൃതിദത്തവും രോഗപ്രതിശേഷി വർദ്ധിപ്പിക്കുന്നതുമായ സുഗന്ധദ്രവ്യങ്ങളായിരുന്നു പ്രധാനമായും എന്നാണ് അതിനുപയോഗിച്ചിരുന്നത്. ക്യാൻസറിന് കാരണമാകുന്ന വറുത്തതോ പൊരിച്ചതായ വിഭവങ്ങൾ വല്ലപ്പോഴും മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അല്ലെ? ഇനി ആഹാര രീതിയിൽ വന്ന മാറ്റങ്ങൾ. പാക്കറ്റ് പലഹാരങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ ആഹാര വസ്തുക്കൾ, ബേക്കറി പലഹാരങ്ങൾ, ഹോട്ടൽ ഭക്ഷണം എന്നിവ നിത്യജീവിതത്തിന്റെ ശീലങ്ങളായി മാറി. അനാരോഗ്യകരമായ കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര, പ്രിസർവേറ്റീവുകൾ എന്നിവ കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളാണിവ. ഹോട്ടൽ ഭക്ഷണത്തിൽ ആരോഗ്യത്തിലുള്ള കരുതലിനേക്കാൾ ലാഭമാണ് കച്ചവടക്കാർ പ്രതീക്ഷിക്കുന്നത്. ഒറ്റ രുചിയുള്ള വിഭവങ്ങൾ ലോകമെങ്ങും ഒരുപോലെ പ്രചാരത്തിലായതോടെ ഓരോ വീട്ടിലെ അമ്മമാരുടെ തനത് രുചിക്കൂട്ടങ്ങളും വിഭവങ്ങളും ഇല്ലാതായി. ഇതിന്റെയൊക്കെ ഫലമായി പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു. ഇങ്ങനെയൊക്കെ നമ്മുടെ ചുമർപ്പത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.